എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ BTCയുടെ ചങ്ങനാശ്ശേരി KSRTC BTCയുടെ ഭാഗമായിട്ട് ഇന്ന് മൂന്നാർ, മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, വട്ടവട അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ റോസ് ഗാർഡനുണ്ട്. വെളുപ്പിന് ഏതാണ്ട് 4:20 ആകുമ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നേര്യമംഗലത്താണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഭക്ഷണം കഴിക്കാൻ ആൾക്കാരൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ പതുക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 6:15, സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ നമുക്ക് നേര്യമംഗലം പാലമൊക്കെ കണ്ട് ചുരം കയറി നേരെ മൂന്നാറിലേക്ക് പോകും. നമ്മൾ റോസ് ഗാർഡൻ, മാട്ടുപ്പെട്ടി, ഗുണ്ടള, എക്കോ പോയിന്റ് അങ്ങനെ അങ്ങോട്ട് പോയി വട്ടവടയൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്കല്ല, എല്ലാവർക്കും BTCയിലേക്ക് സ്വാഗതം. യെസ്, നമ്മുടെ വണ്ടി കേട്ടോ, RPA 243. വെളുത്ത് വരുന്നേ ഉള്ളൂ. ഹോട്ടൽ സവിത വേണം നമ്മൾ ഭക്ഷണം കഴിക്കാം. നമ്മളേക്ക് സമയത്ത് നേര്യമംഗലം പാലം, പുതിയ പാലം ഇടതുവശത്ത് പുറത്തുകൊണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയിലേക്ക് കയറി കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് കയറി. റാണിക്കല്ല് ഞാൻ നേരെ കാണുന്നു. റാണി ലക്ഷ്മിബായി റാണിക്കല്ല്. ഇതാണ് റാണിക്കല്ല് എന്ന് പറയുന്നത്. റാണിക്കല്ല് തിരുവാങ്കൂർ രാജാവിൻ്റെ മുദ്രയൊക്കെ ഉള്ള കല്ലാണ്. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി. ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതായത് ഹാരച്ചാലൊരു നല്ല വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ മൂന്നാറെത്തി. മൂന്നാറിൽ എത്തിയിട്ടേക്കുന്ന ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വട്ടവടയിലേക്ക് പോകും. മിക്കവാറും പേർക്കറിയാം ഈ നീല കളർ വണ്ടി എന്തിനുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ സ്റ്റേ ബസ്സുകളാണ് കേട്ടോ. ഇതിനകത്ത് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട്. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ചിലവ് പറഞ്ഞ രീതിയിൽ നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് ഈ നീല ബസ്സിനകത്ത്. നമുക്ക് നോക്കാം. വേറിടത്ത് തുറന്നു കിടക്കും. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ്. അത് അത്യാവശ്യം വാഷ് ബേസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല AC ആണ്. AC കാണിച്ചില്ലല്ലോ. AC ആണ് സാറേ. ഒരാൾക്കല്ലേ, ഒരാൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ? അപ്പം അങ്ങനെ മൊത്തം എത്ര ഉണ്ട് സാറേ? ഇത് 16 അല്ലേ?
16. ഈ സൈഡോ? ഈ സൈഡും ഉണ്ട്. ഈ സൈഡും ഉണ്ട്. എന്താ കമ്പിളിയൊക്കെ കിട്ടും അല്ലേ? കമ്പിളിയൊക്കെ കൊടുക്കുന്നതല്ലേ? എല്ലാം കൊടുക്കുന്നു. 220. ആ, ഒരു നൈറ്റ് 220 അല്ലേ? പെർ ബെഡ്. ഒരു ബെഡിന് 220 രൂപയാണ്. അപ്പം ഇതാണ് ഈ കിടക്കുന്ന നീലവണ്ടികളെല്ലാം. അത് തന്നെയാണ്. കണ്ടോ, ഇതെല്ലാം കിടക്കുന്നുണ്ട്. ഇപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ചിലവ് പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് സിംഗിളായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ നല്ല സെറ്റപ്പാണ്. ഇവിടുന്ന് പതുക്കെ പോകാൻ പോകണം. നമ്മൾ വിട്ടിട്ട് ഇപ്പം റോസ് ഗാർഡൻ കാണാൻ വേണ്ടി പോകാം. വണ്ടിയെല്ലാം ഒതുക്കിയിട്ട് നമ്മുടെ പാസഞ്ചേഴ്സിനെയൊക്കെ ഇവിടെ ഇറക്കി അപ്പം നമ്മളും കൂടെ നിന്ന് പോയി കണ്ടു നോക്കാൻ പോകാം. ഓക്കെ, വെറൈറ്റി പൂസ്. ഇതാണ് റോസ് ഗാർഡൻ. ഒരുപാട് സൈസ് പൂക്കളും ഒക്കെ ആയിട്ട്. അടിപൊളി പൂക്കൾസ്. എല്ലാത്തിനും പേരുകളൊക്കെ അവിടുത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാണിങ് ഉണ്ടോ? അടിപൊളി കിട്ടില്ല. റോസാപ്പൂക്കളുടെ ഒക്കെ വലിപ്പം കണ്ടോ? വെറൈറ്റി സാധനങ്ങൾ. അടിപൊളി. കൊടുക്കപ്പെടും ഉണ്ണിസാർ. തൊപ്പയ്ക്കെടുത്ത് പൂരെ കളഞ്ഞു. 50 രൂപ ഫീസുണ്ട്. ആ ഫീസ് അടച്ച് നമ്മുടെ 40 ഫീസുണ്ട്. ആ ഫീസ് അടച്ചിട്ട് വേണം ഇതൊക്കെ കയറി കാണാം. അതായത് നമ്മുടെ കാഴ്ചകളൊക്കെ തീരുകയാണ്. കുറച്ച് നേരത്തേക്കുള്ളൂ. മനോഹരമായ ഒരാർച്ച്. അടിപൊളി ഒരു ഗാർഡൻ കണ്ടു. നമ്മൾ നേരെ വട്ടവടയ്ക്ക് പോവാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ റോസ് ഗാർഡൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇട സൈഡിലായിട്ട് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട്. ബസ്സുകളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. ബസ്സുകളോ കാറുകളോ ഒക്കെ ഇവിടെ പ്രായം 4 മണിക്കൂറത്തേക്കാണ്ട് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ പെയ്ഡാണ്. അങ്ങനെ എഴുതി ചെറിയ ബോർഡ് കണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ യാത്രക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗ്രൗണ്ട് കാണിക്കാം. അവിടെ ഇതാണ് ഗ്രൗണ്ട്. വളരെ വലിയൊരു ഗ്രൗണ്ടാണ് അവിടെ. അത്യാവശ്യം ഇവിടെ വരുന്ന വണ്ടികളെല്ലാം ഉൾക്കൊള്ളുകയല്ല, എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ നേരത്തെ വരുവാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ മാട്ടുപ്പെട്ടി ഗുണ്ടള ടോപ്പ് സ്റ്റേഷൻ റോഡാണിത്. അങ്ങനെ എക്കോ പോയിൻ്റ് ഏരിയയിലെത്തി കേട്ടോ. എങ്ങനെയുണ്ട് എക്കോ പോയിൻ്റ്? എക്കോ പോയിൻ്റ് വേറെ ഏരിയ ഇത് കേട്ടോ. അതിൻ്റെ ആൾക്കാരൊന്നും കൂവണ സ്ഥലം ഇതല്ല. അപ്പോൾ അവിടെ വണ്ടിയിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി അടങ്ങി പോകും. നമ്മുടെ വണ്ടി ഇവിടെ അങ്ങോട്ട് മാറ്റിയിട്ട് വഴികളിലുള്ള നല്ല തിരക്കുണ്ട്.
ഇവിടെ നമുക്ക് അത്യാവശ്യം ഒച്ചത്തിൽ പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരും ശബ്ദം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കേൾക്കാമോ? ശാലമായി കേൾക്കുന്നുണ്ട്. ആൾക്കാരും ഒന്ന് കൂപ്പിയാലോ? ഒച്ച വരുന്നില്ല. വേറെ നമുക്ക് പിസിലടിച്ച് നോക്കിയാലോ? എൻ്റെ ചെവി കേൾക്കാൻ മേല. നമുക്കിത് കഴിഞ്ഞ് നേരെ പോകണം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പട്ടോടയായിരുന്നു. ഇടയ്ക്കും ടോപ്പ് സ്റ്റേഷൻ അവിടെ നിന്ന് കാണണമെന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് ടോപ്പ് സ്റ്റേഷൻ അടുത്തുള്ളൊരു നല്ല വ്യൂ പോയിന്റ് കണ്ടു. അപ്പോൾ അവിടെ എല്ലാവരും നിർത്തി ഞങ്ങൾ വണ്ടി ഒതുക്കി ഇവിടെ ഇറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി. ഈ കാഴ്ച എന്താണ് നിങ്ങളെ കാണിക്കാം. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ആ വ്യൂ പോയിന്റ്. ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പം ഈ കോട ഇറങ്ങി വന്ന ഈ സമയത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല ദൂരേക്ക്. ഇവിടെ ഇപ്പം കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇതിനിടയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഫോട്ടോ എടുക്കാൻ പോണേ. എല്ലാവരും ഹാപ്പി. കാരണം നമ്മുടെ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ, അത് വ്യൂ പോയിന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ തിരക്കായിരിക്കും. വണ്ടി ഇടാനൊക്കെ ഭയങ്കര തിരക്ക്. അതായത് ഇവിടെ അങ്ങനെ വ്യൂ പോയിന്റ് കിട്ടി അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് അടിപൊളിയാണ്. അപ്പം നമ്മൾ പതുക്കെ എല്ലാ യാത്രക്കാരെല്ലാം കയറിയിട്ട് നമ്മൾ നേരെ പട്ടോടയിലേക്ക്. യെസ്, അങ്ങനെ നമ്മൾ കോവിലൂരെത്തി. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഇവിടുന്ന് കുറച്ച് നടക്കണം. ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ ഇതാണ് കേട്ടോ. മുഴുവൻ പൂഴിയാണ്. പിന്നെ അപ്പുറത്ത് നല്ല മലഞ്ചരമാണ്. ഒന്ന് നോക്കിയാൽ കേട്ടോ. ഇവിടുന്ന് ഏറ്റവും കൂടുതലുള്ള ജീപ്പ് സവാരികളാണ്. നമുക്കൊരു ജീപ്പ് സവാരി ഉണ്ട്. അതിൻ്റെ എല്ലാം റെഡിയാകുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ജീപ്പ് സവാരി പോവും. എന്നിട്ട് നമ്മൾ പട്ടോട കാണും, സ്ട്രോബെറി പാടം. അങ്ങനെ ഇവിടെ ക്യാരറ്റ്, കാബേജ് കൃഷികളുണ്ട്. സ്ട്രോബെറി നമ്മൾ കൃഷി ചെയ്യുന്നത് കാണും. അപ്പോൾ നമുക്ക് സ്ട്രോബെറി വാങ്ങിക്കാം. ഭൂപ്രകൃതി കാണിക്കാം. ഭയങ്കര രസമാണ്. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട്. സൂപ്പർ. വട്ടവട ഗ്രാമം. ഇവിടുന്ന് കോവിലോട് 1 കിലോമീറ്ററാണ് വട്ടവടയിലേക്ക് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലേക്ക് കേട്ടോ. പട്ടോട കാണാനായിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ജീപ്പിലൊക്കെ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വണ്ടി ഇവിടുന്ന് പോകും. എന്നിട്ടാണ് 3-4 ജീപ്പുണ്ട്. ഉല്ലാസയാത്രയുടെ ഒരു ചാലക്കുടിയിൽ നിന്ന് വന്നേക്കുന്നത് ഉല്ലാസയാത്ര ഡീലക്സ്. നമുക്ക് പോവാം. ശൈലിയിലുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ വന്നിക്കാം. കൊടൈക്കനാലല്ല, ഇനിയിപ്പം നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോകും. ഇവിടെ അല്ല,
അതായത് നമ്മുടെ മാരാർജി ആ മലയുടെ മുകളിൽ ആനയെ കണ്ടു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കി. ട്രൈബൽസിന്റെ ഒക്കെ ഒരു ഹട്ടൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ. ഇനിയിപ്പോ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് നമുക്ക് കാണാം. ഒരെത്തും പിടിയില്ലല്ലോ എന്റെ പോലോ. എന്ത് കാണുന്നത് താഴെ കാണണം. ഇവിടെ കോവിലാ കാണേണ്ടത് തോന്നുന്നത്. വലിയൊരു ഭാഗമാണിത്. നമ്മളങ്ങനെ കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഇതെന്തോന്നൊരു പിടിയും കിട്ടുന്നത് കേട്ടാ. ഈ വീഡിയോ കാണുന്നത് കമന്റ് ചെയ്യണം. ഇതെന്താ സാധനം? പിന്നെ കാബേജ് കാബേജ്. ഇത് കാബേജ് ആട്ടോ. ഒരു പിടിയും കിട്ടണില്ല. ഇത് കുക്കുമ്പറാണോ? ഇത് കുക്കുമ്പറ ഇത് കുക്കുമ്പറ കേട്ടോ സാധനം. ഇത് കുക്കുമ്പറാണ്. ക്യാരറ്റാ കേട്ടോ. ക്യാരറ്റ് കണ്ടോ. അവിടെ 50 രൂപ കച്ചവടത്തിന് ഉറപ്പിക്കുന്നത് അവിടെ. മണ്ണിന്ന് പറിച്ചു തരുന്നല്ലേ മേടിക്ക. കാബേജ്, ക്യാരറ്റ്, അപ്പുറത്ത് കിഴങ്ങ്, ഈ നിൽക്കുന്ന കിഴങ്ങ്, അത് ബീൻസ് പയർ പോലുള്ള സാധനം, പീസോ ഏതാണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് കത്രിക്കയോ അങ്ങനെ കൊണ്ട് സാധനം പോലെ ഒരു സാധനം. എന്താ കത്രിക്കയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ കത്രിക്കയുടെ അത് സെയിം ആ സാധനം. ഇതുണ്ടാ നിൽക്കുന്നത് ബീറ്റ്റൂട്ട്. ഇത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ടാണ്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ കൂടി ഇങ്ങനെ നിൽപ്പുണ്ട് ഈ ഒരു സ്ഥലത്ത്. അങ്ങനെ ഒറ്റ വ്യൂ പോയിന്റ് വന്നു കാണിക്കാതെ. ഇതിങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ ചെറിയൊരു ടീ ഷോപ്പും ചെറിയ സെറ്റപ്പ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ പുറകിലായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇവരുണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഇപ്പോഴത്തെ സീനറി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇവിടെ ജല്ലിക്കെട്ടിന്റെ കാര്യങ്ങൾ നടക്കുക. ഇവിടെ ഒരു പരിപാടി അവിടെ നടക്കുന്നു. ഒരു പരിപാടി അവിടെ നടക്കുന്നു. കാണത്തില്ലല്ലേ? ഇപ്പൊ കാണിക്കാം. ഇപ്പൊ ജല്ലിക്കെട്ട് കാള പിണങ്ങി വരുന്നുണ്ട്. പിണങ്ങി കാള അവനോട് ഭയങ്കര പിണക്കത്തിലാന്ന് തോന്നുന്നു. സ്ട്രോബെറി ഫാം കാണാനുള്ള സ്ഥലത്തെത്തി. വട്ടവടയിൽ സ്ട്രോബെറി ഫാം കാണാൻ പോവാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മേടിക്കണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. മേടിക്കാം. അടിപൊളിയല്ലേ? ഇതാണ് ഹൗസ്. ഫ്രീ വിസിറ്റ്. ഇവിടെയാണ് നമ്മൾ സ്ട്രോബെറി ഫാം ഉള്ളത്. അതൊക്കെ കാണാം. തേൻ്റെ സംഭവങ്ങളൊക്കെ ആണല്ലോ. ഇത് മാത്രമല്ല ഫ്ലവറും ഒക്കെ ഉണ്ട്. ഇതാണ് സ്ട്രോബെറി. എന്താ സ്ട്രോബെറി കൃഷി. ഇതാണ് സ്ട്രോബെറി കൃഷി. ഇങ്ങനെ കയറി അകത്ത് കയറി കാണാം. ചോറയ്ക്കുന്നതാണ്. ഇതാണ് സ്ട്രോബെറി കൃഷി. കുറച്ചേ ഉള്ളൂ ഇവിടെ. വേറെ വീട്ടിലൊക്കെ ഒരുപാട് കാണുമായിരിക്കും. എല്ലാം സ്ട്രോബെറി ആണ് കേട്ടോ.
സ്ട്രോബെറി കിളുത്ത് വരുന്നേ ഉള്ളൂ. ഐ ലവ് വട്ടവട. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഐ ലവ് മൈ KSRTC. അതെനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംഭവം. വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഐ ലവ് മൈ KSRTC വന്നത്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു ഇച്ചിരി സ്ട്രോബെറിയും വാങ്ങിച്ചു. ഇത് ഓർഡർ ആകട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കോവിലൂർ ഇവിടം വരെ നമ്മൾ സന്തോഷകരമായിട്ടും വിജയകരമായിട്ടും വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മൂന്നാർ വഴി നമ്മുടെ ചങ്ങനാശ്ശേരി ഡിപ്പോയിലേക്ക് അടിമാലി നിർത്തി ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ.